ആരാധന അല്ലാഹു തആലക്ക് മാത്രമുള്ളതാണ് എന്ന് നമ്മൾ അതിന് നിസ്സംശയം അംഗീകരിക്കപ്പെടുന്ന വിഷയമാണല്ലോ. ആരാധന അള്ളാഹുവിന് മാത്രം ആണെന്നതിന് ഒരു സംശയമില്ല. ആരാധന ആർക്കേ പാടുള്ളൂ? അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ. എന്നാൽ അടുത്ത കേട്ട് നോക്ക്. അടുത്തതാണ് രസം. അടുത്ത എല്ലാവരും ഒന്ന് കേട്ട് നോക്ക്. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാണ് എന്നുള്ളത് ശരിയാവില്ല. കാരണം എങ്ങനെ ആരാധന അള്ളാഹ്ക്ക് മാത്രമാണ്, അത് ഒരു സംശയമില്ല. എന്നാൽ പ്രാർത്ഥനയോ അത് അള്ളാഹ്ക്ക് മാത്രമാണെന്നത് ശരിയാവില്ല. അത് അള്ളാഹ്ക്ക് മാത്രം ആണെന്ന് പറഞ്ഞാൽ ഈ കബറാളികളെ വിളിച്ച് പ്രാർത്ഥിക്കണ്ടേ? അപ്പോൾ അത് ശരിയാവില്ല. ഒപ്പറ പറയാ പ്രാർത്ഥന ആരാധന അള്ളാഹ്ക്ക് മാത്രം. ഓക്കെ, അതംഗീകരിക്കാം. പക്ഷെ പ്രാർത്ഥന അള്ളാഹ്ക്ക് മാത്രം എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. മൂപ്പർക്ക് ശരിയാവില്ല. മരിച്ചു വല്ല വിളിച്ച് പ്രാർത്ഥിക്കണ്ടേ? ഒരു കൗമ പോയ ഒരവസ്ഥ നോക്കിങ്ങൾ. എങ്ങനെ പ്രാർത്ഥനൻ്റെ ആരാധനൻ്റെ ഇടക്ക് എന്തുണ്ടെന്നാ മൊയ്ലിയാർ പറയുന്നത്? മൊയ്ലിയാർക്ക് എന്നെ തിരിയുന്നില്ല എന്താ പറയുന്നതെന്ന്. അതായത് പ്രാർത്ഥനകളിൽ എന്തുണ്ട്? ആരാധന ഉണ്ട്. പ്രാർത്ഥനകളിൽ ശരിക്കും കേട്ടോളെ, പ്രാർത്ഥനകളിൽ ആരാധനയുണ്ട്. ആരാധന അള്ളാഹ്ക്ക് മാത്രമേ പാടുള്ളൂ. പ്രാർത്ഥനയിലോ ആരാധന ഉണ്ട്. എന്നിട്ട് അയാൾ പറഞ്ഞു നോക്ക്, ആരാധന അള്ളാഹ്ക്ക് മാത്രം, പ്രാർത്ഥനയോ അത് ശരിയാവില്ല. അത് അള്ളാഹ്ക്ക് മാത്രം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ശരിയാവില്ല. ആരാധന അള്ളാഹ്ക്ക് മാത്രം, ഓക്കെ, ഞങ്ങൾ സമ്മതിക്കാം. പ്രാർത്ഥന അള്ളാഹുവിന് മാത്രം എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. അത് ഞങ്ങൾക്ക് മൊയ്ലന്മാർക്ക് സമസ്തക്കാർക്ക് അത് ശരിയാവില്ല. പിന്നെ എന്താ പ്രശ്നം? പ്രാർത്ഥനയിൽ ആരാധന ഉള്ളതുകൊണ്ട് ആരാധന അല്ലാത്തതുണ്ട്. പ്രാർത്ഥനയിൽ ആരാധന അല്ലാത്തതുണ്ട്. എങ്ങനെയുണ്ട് മൊയ്ലിയാർ വിവരം? പ്രാർത്ഥനയിൽ ആരാധന അല്ലാത്തതുമുണ്ട് എന്നൊരു മൊയ്ലിയാർ പറയുന്നതാണെങ്കിൽ നാട്ടുകാരെ അയാൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം. പറഞ്ഞു കൊടുക്കുക അയാളോട് ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിക്കാൻ. അതേപോലെ തന്നെ എന്താണ് ആരാധനകളിൽ പ്രാർത്ഥനയുണ്ട്, അതല്ലാത്തതുണ്ട്. ആരാധനയിൽ പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥന അല്ലാത്തതുണ്ട് ആരാധനയിൽ. അല്ല വലിയേറെ ഒരു കാര്യം ആരാധനയാകണമെങ്കിൽ എന്ത് വേണോ? എവിടുന്നാ പൊട്ടന്മാരായ മൊയ്ലന്മാർ നിങ്ങൾ എവിടുന്നാ ദീന് പഠിച്ച്? ഒരു കാര്യം ആരാധനയാകണമെങ്കിൽ എന്ത് വേണം? ആരാധനയിൽ പ്രാർത്ഥനയുണ്ട്, അല്ലാത്തതുണ്ട്. പ്രാർത്ഥനയിലോ ആരാധനയുണ്ട്, ആരാധന അല്ലാത്തതുണ്ട്. ഏത് കാട്ടുന്ന വലിയ മറങ്ങളൊക്കെ ഇറങ്ങി വരുന്നേ?